ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ടും തൻ്റെ ആത്മാവിനെ നേടുന്നില്ലെങ്കിൽ അതുകൊണ്ട് എന്തോന്ന് പ്രയോജനം? പ്രിയരെ, നോർത്ത് ഇന്ത്യ മുഴുവൻ സന്ദർശിച്ചാലും എല്ലാ നദികളിൽ മുങ്ങിക്കഴിഞ്ഞാലും ഇവിടുത്തെ എല്ലാ ക്രിസ്തീയ പുരോഹിതന്മാരും നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്താലും നിങ്ങൾക്ക് പാപമോചനം ലഭിക്കത്തില്ല. അതുകൊണ്ട് ഞങ്ങളുടെ വാക്കുകളെ കേട്ടുകൊള്ളുവിൻ, സത്യമെന്തെന്ന് തിരിച്ചറിഞ്ഞുകൊള്ളുവിൻ. ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചവനാരോ അവനാകുന്നു ദൈവം. ഞങ്ങളിൽ നിന്നാണ് വളച്ചുകെട്ടില്ലാതെ മറ നീക്കി വളരെ കൃത്യതയോടുകൂടി നിങ്ങളോട് സംസാരിക്കുകയാണ്. ആകാശവും ഭൂമിയും സൃഷ്ടിച്ചവൻ ആരാണോ അവനാണ് ദൈവം. അവനെ കണ്ടെത്തുന്നവനാണ് ഭാഗ്യവാൻ. എന്നാൽ ഞങ്ങളുടെ അറിവിൽ ഒരാളേ ഉള്ളൂ. അവനെപ്പറ്റി ഒന്ന് പറഞ്ഞോട്ടെ, അത് നിങ്ങൾക്ക് നിത്യാനന്ദത്തിലേക്ക് വഴി തുറക്കും. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിലും അല്ലെങ്കിലും പ്രിയരെ, ഇത് പ്രസംഗിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം ആ രക്ഷകൻ ഞങ്ങളോട് പറഞ്ഞു, സകല സൃഷ്ടികളോടും പോയി നിങ്ങൾ ഈ സുവിശേഷം അറിയിക്കണം. ഞാൻ പറയട്ടെ, ക്രിസ്തീയ മതത്തിനോ ക്രിസ്തീയ പുരോഹിതന്മാർക്കോ ഞങ്ങൾ പ്രസംഗിക്കുന്ന ഈ സുവിശേഷം ഗ്രഹിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞങ്ങൾ ഈ സുവിശേഷമായിട്ടൊരു വീട്ടിൽ ചെന്നാൽ അവരുടെ അച്ഛന്മാരും ഒക്കെ അവരുടെ പള്ളിയിലെ വികാരികളൊക്കെയും അവരവരുടെ പള്ളികളിലെ വിശ്വാസികളോട് പറയും, ഇങ്ങനെയുള്ള ഉപദേശിമാരെ വീട്ടിൽ കയറ്റരുത്. കാരണം എന്താണ്? നിങ്ങൾ സ്വർഗത്തിലേക്ക് പോകുവാൻ സാധ്യതയുണ്ട്. നിങ്ങളും ഞങ്ങളുടെ കൂടെ നരകത്തിലേക്ക് വിധിക്കപ്പെടണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹമെന്നാണ് അവരുടെ ഉള്ളിലിരിപ്പ്. തുറന്നു തന്നെയാണ് പ്രിയരെ, തുറന്നു തന്നെയാണ് പറയുന്നത്. എന്നാൽ വളരെ വേദനയും വിഷമവുമുണ്ട്. നമ്മളെല്ലാവരും മതഭക്തിയിൽ ഇങ്ങനെ വഞ്ചിക്കപ്പെട്ട് നരകാഗ്നിയിലേക്ക് ഒടുങ്ങിപ്പോകും. നരകം എന്താ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. എന്നാൽ കേട്ടുകൊള്ളുവിൻ പ്രിയരെ, ഈ ഭൂമി മുഴുവനും കഷ്ടത്തിലേക്ക് പോകുവാൻ കാരണം ഈ മനുഷ്യരുടെ പാപമാണ്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ആരാണ് ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചത്? അതിൻ്റെ ഉത്തരം ഈ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോട് കൂടെയായിരുന്നു, സകലവും അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ കീഴടക്കിയില്ല. അപ്പോൾ ഈ ഭൂമിയിലെ സകല മനുഷ്യരുടെ ഈ സകല സൃഷ്ടികളുടെയും ഉത്തരവാദി ക്രിസ്തുവാകുന്നു. അവൻ ആകാശവും ഭൂമിയും സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ സ്വർഗത്തിലുണ്ടായിരുന്നവനാണ്. സത്യദൈവമായിരിക്കുന്ന പിതാവിനെ നമ്മൾ ആരും കണ്ടിട്ടില്ല. എന്നാൽ യേശു ക്രിസ്തുവിനെ അറിഞ്ഞവൻ ദൈവത്തെ അറിഞ്ഞിരിക്കുന്നു. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ ദൈവത്തിനുള്ളവനായിട്ട് തീർന്നിരിക്കുന്നു. പുത്രനുള്ളവർ ദൈവത്തിനുള്ളവൻ, പുത്രനില്ലാത്തവർക്ക് ദൈവവുമില്ല. അങ്ങനെ ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചവനായിരിക്കുന്ന ഈ ക്രിസ്തു 2000 വർഷങ്ങൾക്ക് മുമ്പ് ഒരു മനുഷ്യനായിട്ട് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരികയും അവൻ നോക്ക് പ്രിയരെ, പാപികളായിരിക്കുന്ന അവൻ്റെ സൃഷ്ടികളിൽ നിന്ന് വ്യതിചലിച്ച് പാപം ചെയ്ത ആ മനുഷ്യരുടെ കരങ്ങളിൽ ഏൽപ്പിക്കപ്പെട്ട് അവൻ അടിയേറ്റ് തകർക്കപ്പെട്ട് 2 കള്ളന്മാരുടെ മധ്യേ 3 ആണിമേൽ ഭൂമിയുടെ മധ്യഭാഗമായിരിക്കുന്ന യെരുശലേമില് ഗോൽഗോഥ മലമുകളിൽ ഈ പാപികളുടെ വായിലെ തുപ്പലുകൾ കൊണ്ട് വികൃതവും നിന്ദിതവുമായിട്ട് മരിക്കുവാനിടയായി.